മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഇന്ന് വെള്ളിയാഴ്ച സഹികമല്ല ഏകദിന ശുശ്രൂഷയായിരുന്നു. വട്ടാഴ്ച ഫുള്ളുണ്ടായിരുന്നു. അതേപോലെ തന്നെ നാളെ മലയിൽ ഏകദിന ശുശ്രൂഷയുണ്ട്. അത് വട്ടാഴ്ച ഫുള്ള് ലീഡ് ചെയ്യും. ഈ ആഴ്ചകളിൽ എല്ലാ ധ്യാനങ്ങൾക്കും വട്ടാഴ്ചൻ ഫുള്ള് ധ്യാന ശുശ്രൂഷകൾ എന്ന താമസമുള്ള ധ്യാനത്തിന് ഫുള്ള് വട്ടാഴ്ചൻ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കൊച്ചായിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ അയൽവക്കത്തല്ല, അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയോ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോവാ എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ചേച്ചി എന്നോട് ചോദിച്ചു, ഇനി എന്നാ കാണുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെ സ്വർഗ്ഗരാജ്യത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഓർമ്മ ആ ചേച്ചി എനിക്കൊരു അടി തന്നിട്ട് പറഞ്ഞു, ആവശ്യമില്ലാത്ത പറയുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പറഞ്ഞോ? അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വർഗ്ഗരാജ്യത്തിൽ വെച്ച് കാണാമെന്ന് പറയുന്ന ആവശ്യമില്ലാത്ത സംഗതിയാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ വല്ലപ്പോഴും ഓർക്കുന്നതല്ല. അത് നമ്മുടെ ഇതില്ലേ CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ 1011 ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണം ഒരു ദൈവവിളിയാണ്. മരണം ഒരു ദൈവവിളിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, മരണത്തിലൂടെ കർത്താവ് ഓരോരുത്തരെയും തന്നിലേക്ക് വിളിക്കുക. ഇപ്പം ഞാനൊരു കുടുംബത്തിലായിരുന്നു. ഒരു പൗരോഹിത ജീവിതാന്തസ്ഥയിലേക്ക് ഒരു വിളി കിട്ടി. ഞാൻ എൻ്റെ കുടുംബം എല്ലാം വിട്ട് ഈ പൗരോഹിത്യ അതിനോട് അങ്ങോട്ട് ചേർന്ന് എന്ന് പറഞ്ഞാൽ മരണത്തിലൂടെ ദൈവം തന്നിലേക്ക് വിളിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എന്താ പറയുന്നത് അറിയാം, ഫിലിപ്പ് 1:23 എനിക്ക് മരിച്ച ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് ആഗ്രഹം, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, കാരണം ഈശോയുടെ കൂടെ തീരല്ലേ. അമ്മ തെരേസ പറയുന്നതറിയാം. അമ്മ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് അങ്ങയെ കാണണം, അതിനുവേണ്ടി ഞാൻ മരിക്കണം, എനിക്ക് മരിക്കണം. കൊച്ചേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്നറിയാം, തൻ്റെ ലാസ്റ്റ് സർമൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തൊരു സുന്ദര സഹോദരൻ. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒന്ന് മരിച്ചാൽ മതി, അതല്ല, അത് നെഗറ്റീവാണ്. ഇത് കർത്താവിനെ പ്രാപിക്കാനൊരു ആഗ്രഹം. ഈശോയെ, മരണഭയമുള്ള എല്ലാവരും ആ ഭയം മാറിപ്പോട്ടെ കർത്താവ്. ഈശോയെ, മരണത്തിലൂടെ അങ്ങയെ കാണുക എന്നുള്ള ബോധ്യം കിട്ടട്ടെ. കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചൊരു വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം കൃപ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.